നെക്സ്റ്റ് ടോപ്പിക്കാണ് ടെസ്റ്റ് സ്ട്രാറ്റജീസ് ഫോർ കൺവെൻഷണൽ സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടെസ്റ്റിങ്ങും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കേസ് എന്ന് വെച്ചാൽ നമുക്കിപ്പം എന്ത് ചെയ്യാം, കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഓവറോൾ സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യാം, എന്നിട്ട് എറേഴ്സ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാം എന്നുള്ള ഇതിൽ. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് മീൻസ് അതായത് കംപ്ലീറ്റ് സിസ്റ്റം അതുവരെ ഒന്നും ചെക്ക് ചെയ്യില്ല, എറേഴ്സ് ഉണ്ടോയെന്നുള്ള കാര്യമൊന്നും ചെക്ക് ചെയ്യില്ല. കംപ്ലീറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ബിൽഡ് ചെയ്തതിന് ശേഷം എറേഴ്സ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും നമ്മൾ റിസൾട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു ബഗ്ഗി സോഫ്റ്റ്വെയർ ആയിരിക്കും. കാരണം കുറേ എറേഴ്സും ഉണ്ടാവും. പിന്നെ അത് ലാസ്റ്റ് എത്തുമ്പോഴേക്ക് അതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാ ഭാഗങ്ങളിലും എറേഴ്സായി കംപ്ലീറ്റ് ബഗ്ഗി സോഫ്റ്റ്വെയറാണ് ഉണ്ടാവുക. അതായത് അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു ചെയ്യുന്നതിന് ആ ഒരു ടൈമിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വെരി എഫക്റ്റീവ് സോഫ്റ്റ്വെയർ. അതായത് ഒരു ചെറിയൊരു ഫങ്ഷൻ ചെയ്തു, അത് കംപ്ലീറ്റ് അതിനെ ടെസ്റ്റ് ചെയ്തു, പിന്നെ വേറൊരു ഫങ്ഷൻ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, അങ്ങനെ കംപ്ലീറ്റ് ഏത് പാർട്ട് ചെയ്യുന്ന ആ പാർട്ട് എന്ത് ചെയ്യുക, ഡേ ടു ഡേ ബേസിസിൽ ടെസ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു എഫക്റ്റീവായിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ കിട്ടും. അതാണ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. അത് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് മീൻസ് നമ്മൾ ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ, അതായത് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു മൊഡ്യൂള് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അത് ടെസ്റ്റ് നടത്തുക. അതിനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ മൊഡ്യൂളും ഇൻഡിവിജ്വലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഫങ്ഷൻസും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് മീൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ എറേഴ്സ് ഏർലി സ്റ്റെപ്പിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അല്ലാതെ കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്യാൻ മീൻസ് ആ സിസ്റ്റത്തിൽ ലോട്ട് ഓഫ് എറേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് എല്ലാം കറക്റ്റ് ചെയ്യാമെന്നുള്ളൊരു ലിമിറ്റ് കഴിയും. സോ ഒരു ബഗ്ഗി സോഫ്റ്റ്വെയറാണ് കിട്ടുക. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്ന ഇൻ്റർഫേസ് ആണ്. അതായത് ഇൻ്റർഫേസ് മീൻസ് ഈ മൊഡ്യൂളും ആയിട്ട്, അതായത് ഈ മൊഡ്യൂളിൽ നമുക്ക് എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പുറത്തേക്കും ഡാറ്റ വരേണ്ടി വരും, വേറെ ഏതെങ്കിലും മൊഡ്യൂളിലേക്കും ഡാറ്റ പാസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കേസിൽ അതിനെയാണ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റ പാസിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ലോക്കൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് പറയുന്നത്. ലോക്കൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് മീൻസ് അതായത് നമ്മൾ എല്ലാ സ്റ്റെപ്പിലും ആ ഒരു ഡാറ്റൻ്റെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോയെന്ന്. അതായത് ഇൻറ്റഗ്രിറ്റി മീൻസ് നമ്മൾ ആ ഡാറ്റ സെക്യൂറായിട്ട് എല്ലാ സ്റ്റെപ്പിലും ആ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതായത് അൽഗോരിതത്തിൻ്റെ എക്സിക്യൂഷൻ്റെ ഓരോ സ്റ്റെപ്പിലും ആ ഡാറ്റൻ്റെ ഇൻറ്റഗ്രിറ്റി മീൻസ് ആ ഡാറ്റ ലോസായി പോവാതെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്ത് പോവാതെയോ ഉള്ള എല്ലാ ഇൻറ്റഗ്രിറ്റിയും ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ആ മൊഡ്യൂളിൽ യൂസ് ചെയ്യുന്ന ഡാറ്റ അത് ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് പാത്സ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് പാത്സ് മീൻസ് നമ്മൾ ഇപ്പം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൊഡ്യൂളിലെ എല്ലാ ഇൻഡിപെൻഡൻറ്റ് പാത്തും ചെക്ക് ചെയ്തിരിക്കണം. അതായത് എല്ലാ ഇൻഡിപെൻഡൻറ്റ് പാത്ത് മീൻസ് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു മൊഡ്യൂളിൽ കോഡ് ചെയ്തിട്ടുണ്ടാവും. ആ കോഡ് ചെയ്ത എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് ചെയ്യണം, ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അങ്ങനെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്യുന്ന കുറേ പാത്തുകളുണ്ടാവും. അതായത് സ്റ്റാർട്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് മുതൽ എൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വരെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എക്സിക്യൂട്ട് ചെയ്യുന്ന പല പാത്തുകളുണ്ടാവും. അതായത് നമ്മൾ കൺട്രോൾ സ്ട്രക്ചറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഇഫ് വൈൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പല പാത്തുകൾ വരും. അതായത് ഒരു പാത്ത് ഒരു കണ്ടീഷന് ഒരു പാത്ത് ഫോളോ ചെയ്യേണ്ടി വരും, വേറെ
വേറൊരു കണ്ടീഷൻ കൊടുക്കും, ഒരു പാത്ത് ഫോളോ ചെയ്യണം. അപ്പം ഇൻഡിപെൻഡൻറ്റ് പാത്ത്സ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഈ എല്ലാ പാത്ത് കൂടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോഗ്രാമിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഒരു തവണയെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്ത് പറയും, ഇൻഡിപെൻഡൻറ്റ് പാത്ത് എന്ന് പറയും. അപ്പോൾ എല്ലാ ഇൻഡിപെൻഡൻറ്റ് പാത്തും എക്സിക്യൂട്ട് ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. ബൗണ്ടറി കണ്ടീഷൻ മീൻസ് ഇപ്പം നമ്മൾ ചില ബൗണ്ടറി കണ്ടീഷൻ ഇപ്പോൾ ഒരു എറയൊക്കെ വെച്ച് പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ എറേൻ്റെ സൈസ് n<100 കൊടുത്തു. ബട്ട് നമ്മൾ പ്രോഗ്രാം ചിലപ്പം കറക്റ്റ് ആയി വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ n<100 വേണ്ടി വരും. സോ അതൊരു ബൗണ്ടറി കണ്ടീഷനാണ്. അത് ബൗണ്ടറി വാല്യൂവിലാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത്. അതായത് എൻ്റെ അറേ കറക്റ്റ് n<100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സപ്പോസ് നമ്പർ ഓഫ് എലമെൻസിനെ അറേ 100 ആണെന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ഓരോ അറേയിലെ എലമെൻസിനെയും ആക്സസ് ചെയ്യുകയാണ്. അപ്പോൾ n<100 കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 100ാമത്തെ എലമെൻറ്റിനെ എടുക്കില്ല, ബാക്കിയെല്ലാം എടുക്കും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം, n<100 കൊടുക്കണം. അത് ബൗണ്ടറി കണ്ടീഷനാണ് വരിക. അതായത് നമ്മൾ ബൗണ്ടറിയിൽ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി ആ ഈക്വൽ ടു കൊടുക്കുന്നതിൽ, അങ്ങനെയുള്ളത് എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. പിന്നെ നെക്സ്റ്റ് പറയുന്നത് അതായത് എല്ലാ എറർ ഹാൻഡ്ലിങ് പാർട്സും, അതായത് എന്തൊക്കെ എറേഴ്സ് പറ്റാൻ ചാൻസുള്ള പാർട്സ് ഉണ്ട്, പിന്നെ എന്തൊക്കെ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത കോഡ്. അതായത് ഇപ്പോൾ ജാവയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സെപ്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ട്രൈ കാച്ചൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ഏതൊക്കെ എറർ ഹാൻഡ്ലിങ് പാർട്ട് ഉണ്ട് അതൊക്കെ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഡ് കൊടുക്കും. അപ്പോൾ ആ പാർട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സാണ്. അതായത് യൂണിറ്റ് ടെസ്റ്റിങ് നമുക്ക് എങ്ങനെ നടത്താം എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കി, ബട്ട് ആ മൊഡ്യൂള് എപ്പോഴും ഒറ്റക്ക് ഒന്നുമല്ല ഉണ്ടാവുക. അതായത് ആ മൊഡ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ മൊഡ്യൂൾസ് ഉണ്ടാവും. ആ മൊഡ്യൂൾ കോൾ ചെയ്യുന്ന കുറേ മൊഡ്യൂൾസ് ഉണ്ടാവും. പിന്നെ ആ മൊഡ്യൂളിനെ കോൾ ചെയ്യുന്ന വേറെ മൊഡ്യൂൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ് ടെസ്റ്റിങ്ങിൽ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഡ്രൈവർ ആൻഡ് സ്റ്റെപ്പ് സോഫ്റ്റ്വെയർ വേണം യൂണിറ്റ് ടെസ്റ്റിങ്ങിന്. അതായത് നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർ മൊഡ്യൂള്. അതായത് ഇതാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യേണ്ട മൊഡ്യൂള്. അപ്പോൾ ഈ ഡ്രൈവർ മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും മൊഡ്യൂൾ ഇതിനെ കോൾ ചെയ്യേണ്ട ആ മൊഡ്യൂളാണ് ഡ്രൈവർ മൊഡ്യൂള്. അപ്പോൾ സ്റ്റെപ്പ് മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂള് ഏതിനൊക്കെ കോൾ ചെയ്യുമല്ലോ, അപ്പോൾ അതിനൊക്കെയാണ് സ്റ്റെപ്പ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കറക്റ്റ് ആയാലും മാത്രമേ നമ്മൾ ആ മൊഡ്യൂള് യൂണിറ്റ് ടെസ്റ്റ് ചെയ്തു കറക്റ്റായി എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഇത് ടെസ്റ്റ് കേസസ് മീൻസ് നമ്മൾ മീൻ ചെയ്യുന്നത് നമ്മൾ കുറേ വാല്യൂസ് കൊടുക്കും നമ്മൾ ഈ മൊഡ്യൂൾ ടെസ്റ്റ് ചെയ്യാൻ. അതിനെയാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് കേസസ് ഡ്രൈവറിലേക്കും കൊടുക്കും. ഡ്രൈവറിന് എന്തെങ്കിലും ഈ മൊഡ്യൂൾ ഏത് മൊഡ്യൂളാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് അതിലേക്ക് വരും. എന്നിട്ട് പിന്നെ സ്റ്റബിലേക്ക് വരും. അത് ഇവിടെയും കാണിച്ചിട്ടുണ്ട് ടെസ്റ്റ് ഡാറ്റ എന്നുള്ളത്, ടെസ്റ്റ് കേസസ് എന്നുള്ളത്. അത് ടെസ്റ്റ് കേസസ് മീൻസ് നമ്മൾ കുറേ വാല്യൂസ് കൊടുക്കും. എന്നിട്ടാണോ ഇത് പ്രോഗ്രാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു നമ്പർ പ്രൈം നമ്പറാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു പ്രൈം വാല്യൂ കൊടുക്കും. എന്നിട്ട് പ്രൈം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ഓക്കെ. പിന്നെ എന്നെ ഒരു നോൺ പ്രൈം കൊടുക്കും. നോൺ പ്രൈം എന്ന് കൊടുത്താൽ നോൺ പ്രൈം എന്ന് പ്രിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ അപ്പോൾ അങ്ങനെയുള്ള വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്, ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് മീൻസ് നമ്മൾ ഇപ്പോൾ കുറേ കോമ്പണൻസ് ഉണ്ട്, അതൊക്കെ അല്ലെങ്കിൽ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഉണ്ട്, അതൊക്കെ യൂണിറ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞു. അതായത് ഓരോന്നിനും ഇൻഡിവിജ്വലായി ടെസ്റ്റ് ചെയ്തു. അതിന് അതൊക്കെ കമ്പൈൻ ചെയ്യണം, എന്നാലേ നമ്മൾ ഓവറോൾ സിസ്റ്റം കിട്ടും. അങ്ങനെ കമ്പൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പല അപ്രോച്ചസ് ഉണ്ട്. ഫസ്റ്റ് വൺ ടോപ്പ് ഡൗൺ ഇൻ്റഗ്രേഷൻ ഉണ്ട്. ടോപ്പ് ഡൗൺ ഇൻ്റഗ്രേഷൻ മീൻസ് ഇൻക്രിമെൻ്റൽ അപ്രോച്ചാണ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ. അതായത് ടോപ്പിൽ നിന്ന് തുടങ്ങും. അതായത് ടോപ്പിൽ നിന്ന് തുടങ്ങും. ടോപ്പിലാണ് മെയിൻ കൺട്രോൾ മൊഡ്യൂൾ ഉണ്ടാവുക. എന്നിട്ട് ആ മെയിൻ കൺട്രോൾ മൊഡ്യൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് M1 എന്ന് മെയിൻ മൊഡ്യൂള്. ഈ മൊഡ്യൂള് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും. ഈ മെയിൻ മൊഡ്യൂൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് M2 M3 M4 ആയി. അതേപോലെ തന്നെ M2 സ്പ്ലിറ്റ് ചെയ്തിട്ട് M5 M6 ആയി. അത് M5 M8 ആയി മാറി. സോ അങ്ങനെ മൊഡ്യൂൾസ്
ഈ ഒരു അപ്രോച്ചിൽ നമുക്ക് പല രീതി ചെയ്യാം. ഒന്നിക്ക് ഡെപ്ത് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഡെപ്ത് ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ഡെപ്തിലേക്കാണ് പോവുക. അതായത് M1 സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് M1 നമുക്ക് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം? M1 ഈ M2 ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, M5 ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, M8 ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ടെസ്റ്റ് ചെയ്യാം. അതായത് ഡെപ്തിലോട്ടേക്ക്, ഡെപ്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ ലെവലിലേക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ബ്രെഡ്ത്ത് ഫസ്റ്റ് സ്ട്രാറ്റജി ഉണ്ട്. അതായത് ആദ്യം M2 M3 M4 അതായത് ഒരേ ലെവലിൽ വരുന്ന ആളെ ഒരുമിച്ചെടുക്കുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. പിന്നെ M5 M6 M7 ഇത് ഒരേ ലെവലിലാണ് വരിക. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് M8. അതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ബോട്ടം അപ്പ് ഇൻ്റഗ്രേഷൻ. ബോട്ടം അപ്പ് ഇൻ്റഗ്രേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ ലെവലിലാണ്, ബോട്ടത്തിൽ നിന്ന്. അതായത് ചെറിയ ചെറിയ മൊഡ്യൂൾസ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ചെറിയ മൊഡ്യൂൾസ് കമ്പൈൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ടെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ബോട്ടം അപ്പ് ഇൻ്റഗ്രേഷൻ. ഏറ്റവും താഴത്തെ ലെവലിൽ, അതായത് ഇവിടെ നിന്നാണ് ഈ M8 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് പിന്നെ എന്ത് ബോട്ടം അപ്പ് ഇൻ്റഗ്രേഷൻ കാണിച്ചിട്ടുണ്ട്. ഇതിൽ കാണിച്ചത് ബോട്ടം അപ്പ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ബോട്ടത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതൊക്കെ കമ്പൈൻ ചെയ്തു ഒരു ക്ലസ്റ്റർ ആക്കി. ഈ 4 മൊഡ്യൂൾ ക്ലസ്റ്റർ 1, ഇത് 1 2 3 4 5 മൊഡ്യൂൾസ് ക്ലസ്റ്റർ 2, ഇവിടെ 1 2 മൊഡ്യൂൾസ് ക്ലസ്റ്റർ 3. എന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ ഇതൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, എന്നിട്ട് ടെസ്റ്റ് ചെയ്യും. അതേപോലെ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. ഇനി ഇതിനെ കോൾ ചെയ്യാൻ ഒരു ഡ്രൈവർ മൊഡ്യൂൾ D1, ഇതിനെ കോൾ ചെയ്യാൻ D2, ഇതിനെ കോൾ ചെയ്യാൻ D3 എന്ന് പറയുന്ന ഒരു ഡ്രൈവർ മോഡ്. ഈ ഓരോ ക്ലസ്റ്ററിനെയും ക്ലസ്റ്റർ 1നെ ടെസ്റ്റ് ചെയ്യാൻ D1, ക്ലസ്റ്റർ 2നെ ടെസ്റ്റ് ചെയ്യാൻ D2, ക്ലസ്റ്റർ 3 ടെസ്റ്റ് ചെയ്യാൻ D3. ക്ലസ്റ്റർ 1ഉം ക്ലസ്റ്റർ 2ഉം എന്താണ്? MA എന്ന് പറയുന്ന ഈ മൊഡ്യൂളിൻ്റെ സബോർഡിനേറ്റ് ആണ്, അതായത് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ D1 D2 നമുക്ക് ഒഴിവാക്കിയിട്ട് ഇത് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് ഇത് രണ്ടും ഈ ക്ലസ്റ്റർ 1ഉം ക്ലസ്റ്റർ 2ഉം ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ടെസ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ഇവിടെ ക്ലസ്റ്റർ 3 എന്ന് പറയുന്നത് MBൻ്റെ സബോർഡിനേറ്റ് ആണ്. സോ എന്ത് ചെയ്യാം? നമുക്ക് ഈ D3 മാറ്റിയിട്ട് ഇതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ അപ്പോൾ ഈ ക്ലസ്റ്റർ 1ഉം ക്ലസ്റ്റർ 2ഉം കമ്പൈൻ ചെയ്തു, ടെസ്റ്റ് ചെയ്തു, MAയിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ ക്ലസ്റ്റർ 3 MBയിലേക്ക് കണക്ട് ചെയ്യുക. ഇനി MAയും MBയും കമ്പൈൻ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്തൊക്കെ എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്താ MC എന്ന് പറയുന്ന മെയിൻ മൊഡ്യൂളാക്കുക. ഇതാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് റീഗ്രഷൻ ടെസ്റ്റിംഗ്. റീഗ്രഷൻ ടെസ്റ്റിംഗ് മീൻസ് നമ്മൾ ഓരോ ടൈമും ഒരു ന്യൂ മൊഡ്യൂൾ ആഡ് ചെയ്യുമ്പം ഇൻ്റഗ്രേഷൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യുമ്പം നമുക്ക് ആ സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഇൻഡിവിജ്വലായി യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത മൊഡ്യൂള് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം, അതായത് ഇൻഡിവിജ്വലായി ചെയ്യുമ്പം അത് നല്ലോണം വർക്ക് ചെയ്തതുണ്ടാവുക. സോ വേറെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എന്ത് ചെയ്യും? പുതിയ പല മാറ്റങ്ങളും വരാം. അതായത് പുതിയ ഈ മൊഡ്യൂളും ബാക്കിയുള്ള മൊഡ്യൂൾസായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഡാറ്റ ഫ്ലോ പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. കാരണം ഇത് മൊഡ്യൂളിൽ നിന്ന് മറ്റേ മൊഡ്യൂളിലേക്കൊക്കെ ഡാറ്റ പാസ് ചെയ്യാം അല്ലേ. പിന്നെ നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെ വരാം. അവിടുന്ന് മറ്റു മൊഡ്യൂൾസിൽ നിന്ന് ഇതിലേക്കും ഈ മൊഡ്യൂളിൽ നിന്ന് അങ്ങോട്ടേക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് വരാം. പിന്നെ പുതിയ കൺട്രോൾ ലോജിക്കൊക്കെ ഇൻവോക്ക് ചെയ്യാം. അതായത് എന്തെങ്കിലും കൺട്രോൾ, അതായത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇൻവോക്ക് ചെയ്ത സംഭവം വേറൊരു മൊഡ്യൂളിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന തരത്തിൽ വരാം. അങ്ങനെയൊക്കെ വരാം. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മുന്നേ നല്ലോണം വർക്ക് ചെയ്ത് ഇൻഡിവിജ്വലായി എടുക്കുമ്പോൾ ആ മൊഡ്യൂൾ നല്ലോണം വർക്ക് ചെയ്തിന്, ബട്ട് ഇതൊക്കെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും വർക്ക് ചെയ്യണം എന്നില്ല. സോ അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ചേഞ്ചസ് ഏത് ടൈമിലും നമുക്ക് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങിൻ്റെ സ്ട്രാറ്റജിയിൽ എടുക്കുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് റീഗ്രഷൻ ടെസ്റ്റിംഗ്. റീഗ്രഷൻ ടെസ്റ്റിംഗ് മീൻസ് നമ്മൾ ഒരു സബ്സെറ്റ് ഓഫ് ടെസ്റ്റ്, അതായത് കുറച്ച് ടെസ്റ്റുകൾ റീ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെയും എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അതായത്
നമ്മൾ ചേഞ്ചസ് ഇപ്പം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ചസ് വരാം അല്ലേ. അതായത് കുറേ ആദ്യം നല്ലോണം വർക്ക് ചെയ്ത് യൂണിറ്റ് ടെസ്റ്റ് ചെയ്തപ്പം വർക്ക് ചെയ്ത് പ്രശ്നമൊന്നും ഇല്ലാത്ത മൊഡ്യൂൾ തന്നെ ഇതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇത് മാച്ച് ആവേണ്ടൊക്കെ വരാം. സോ അപ്പോൾ റിഗ്രഷൻ ടെസ്റ്റിംഗ് ആദ്യമേ ചെയ്തു വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു സബ്സെറ്റ് ഓഫ് ടെസ്റ്റ് എടുക്കും. എന്നിട്ട് ഈ ഒരു ചേഞ്ചസിന് അൺഇൻറ്റൻറ്റഡ് സൈഡ് എഫക്റ്റ്, അതായത് കാര്യമായിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ എങ്ങനെ ചേഞ്ചസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് റിഗ്രഷൻ ടെസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് റിഗ്രഷൻ ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ചേഞ്ചസ് വരുന്നത് നമുക്ക് മാക്സിമം അതിൻ്റെ സൈഡ് എഫക്റ്റ് കുറക്കാം. എന്തൊക്കെ ചേഞ്ചസാണ് വരിക, ഏതൊക്കെ ചേഞ്ചസ് അതിൽ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളതൊക്കെ ആദ്യമേ റിഗ്രഷൻ ടെസ്റ്റ് വെച്ച് മനസ്സിലാക്കുക. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നതാണ് സ്മോക്ക് ടെസ്റ്റിംഗ്. അതായത് സ്മോക്ക് ടെസ്റ്റിംഗ് മീൻസ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് അപ്രോച്ച് തന്നെയാണ്. അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞാലാണ്. അതായത് നമ്മൾ ഒരു ടൈം ക്രിട്ടിക്കൽ പ്രോജക്റ്റിനൊക്കെ, അതായത് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട പ്രോജക്റ്റിനൊക്കെ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പെട്ടെന്ന് അതിൻ്റെ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിനുശേഷം ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സ്മോക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. അതായത് നമ്മൾ സോഴ്സ് കോഡിലേക്ക് മാറ്റിയ, അതായത് കോഡ് ചെയ്ത സോഫ്റ്റ്വെയർ കോമ്പണൻസ് എന്ത് ചെയ്യും, ബിൽഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ബിൽഡ് മീൻസ് ഡാറ്റ ഫയൽസ്, അതായത് ഈ കോഡ് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ലൈബ്രറി ഫയൽസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ വേറെ എന്തെങ്കിലും റീയൂസബിളായിട്ടുള്ള മൊഡ്യൂൾസ്, അതായത് നമുക്ക് പലയിടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ മൊഡ്യൂൾസാണ് റീയൂസബിൾ മൊഡ്യൂൾസ്, ആദ്യം മൊഡ്യൂൾസ്. പിന്നെ അങ്ങനെയുള്ള എന്ത് കോമ്പണൻസും എൻജിനീയർഡ് കോമ്പണൻസ്, അതായത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റിയ വേറെ എന്തെങ്കിലും കോമ്പണൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബിൽഡിൽ വരും. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ സോഴ്സ് കോഡ് ഇതിനാവശ്യമായ ബിൽഡുമായിട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു സീരീസ് ഓഫ് ടെസ്റ്റ് എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും, നമ്മുടെ ഈ ബിൽഡിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കും. ഇനി ബിൽഡ് എന്ത് ചെയ്യുക, മറ്റ് ബിൽഡുകളുമായിട്ട് എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുക, സ്മോക്ക് ടെസ്റ്റ് ചെയ്യുക. സ്മോക്ക് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫ്രീക്വൻറ്റ് ടെസ്റ്റ്, പെട്ടെന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ നമുക്ക് ടോപ്പ് ഡൗൺ അപ്രോച്ചോ ബോട്ടം അപ്പ് അപ്രോച്ചോ യൂസ് ചെയ്യാം. സ്മോക്ക് ടെസ്റ്റ് ചെയ്യാം, പെട്ടെന്നുള്ളൊരു ടെസ്റ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ടൈം ലിമിറ്റിൽ തന്നെ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുക.